എന്തുകൊണ്ടാണ് ചില വാർത്തകൾ ദിവസങ്ങളോളം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത്? ഒരു വാർത്തയുടെ ജീവിതചക്രം. ഓരോ ദിവസവും ലോകത്ത് ആയിരക്കണക്കിന് കാര്യങ്ങളാണ് നടക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുന്നു, പ്രതിഷേധങ്ങൾ നടക്കുന്നു, കോടതികൾ വിവിധ വിധികൾ പറയുന്നു, പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്നു. പക്ഷേ ഇതിൽ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ചില വാർത്തകൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആളുകൾ മറന്നുപോകുമ്പോൾ ചിലത് ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം തന്നെ എല്ലാ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ചർച്ചയായി തുടരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു സാധാരണ സംഭവം എങ്ങനെയാണ് വലിയ ദേശീയ ചർച്ചയായി മാറുന്നത്? അതിൻ്റെ പിന്നിൽ എന്താണ് നടക്കുന്നത്? ഒരു വലിയ വാർത്ത ഒരിക്കലും ഒരു ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല. അത് ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ, പുതിയ ചോദ്യങ്ങൾ, പുതിയ പ്രതികരണങ്ങൾ, പുതിയ വിവാദങ്ങൾ എന്നിവയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. മാധ്യമ ലോകത്ത് ഇതിനെ പലപ്പോഴും ന്യൂസ് സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഒരു സംഭവം നടന്ന നിമിഷം മുതൽ അതിൻ്റെ അവസാന ഔദ്യോഗിക റിപ്പോർട്ട് വരെയുള്ള ഓരോ ഘട്ടത്തിലും പുതിയ വാർത്തയായി മാറാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചുവെന്ന് കരുതുക. ആ ദിവസം വരുന്ന വാർത്ത വളരെ ലളിതമായിരിക്കും. എവിടെയാണ് സംഭവം നടന്നത്? എത്ര പേർ അപകടത്തിൽപ്പെട്ടു? രക്ഷാപ്രവർത്തനം തുടങ്ങിയോ? മരണം സംഭവിച്ചോ? കാണാതായവർ ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. പക്ഷേ അതോടെ കഥ അവസാനിക്കുന്നില്ല. അടുത്ത ദിവസം രക്ഷാപ്രവർത്തനമാണ് പ്രധാന വാർത്ത. സൈന്യം എത്തിയോ? ദേശീയ ദുരന്ത നിവാരണ സേന എത്തിയോ? എത്ര പേർ രക്ഷിച്ചു? എത്ര പേരെ ഇനിയും കണ്ടെത്താനുണ്ട്? അതിനുശേഷം മറ്റൊരു ഘട്ടം തുടങ്ങും. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ എന്താണ് പറയുന്നത്? അവസാന നിമിഷം എന്താണ് സംഭവിച്ചത്? കുടുംബാംഗങ്ങൾ ഇപ്പോൾ എന്ത് അനുഭവിക്കുകയാണ്? ഇതോടെ വാർത്ത വെറും കണക്കുകളിൽ നിന്ന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് മാറുന്നു. പിന്നീട് മറ്റൊരു ചോദ്യം ഉയരും. ഈ അപകടം ഒഴിവാക്കാനാകുമായിരുന്നോ? മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നോ? ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയോ? ഇവിടെയാണ് അന്വേഷണങ്ങളും വിവാദങ്ങളും തുടങ്ങുന്നത്. പിന്നീട് രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തും. ഭരണപക്ഷം അവരുടെ നിലപാട് പറയും, പ്രതിപക്ഷം സർക്കാരിനെ വിമർശിക്കും, വിദഗ്ധർ അഭിപ്രായം പറയും, പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പുകൾ ഓർമ്മിപ്പിക്കും. ഇപ്പോൾ ആ ഒരു വാർത്ത ഒരു അപകട വാർത്ത മാത്രമല്ല, അത് ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചയായി മാറിയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും, അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കും, റിപ്പോർട്ടുകൾ തയ്യാറാകും. ഇതെല്ലാം പുതിയ വാർത്തകളായി മാറുന്നു. ഇതാണ് ഒരു വാർത്തയുടെ യഥാർത്ഥ യാത്ര. ഇന്ത്യയിൽ ഇതിനു മുമ്പും ഇങ്ങനെ രാജ്യത്തിൻ്റെ ശ്രദ്ധ ദീർഘകാലം പിടിച്ചുപറ്റിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ മണിക്കൂറുകളോളം നീണ്ട സംഭവങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, വലിയ അപകടങ്ങൾ, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, സാമൂഹിക പ്രതിഷേധങ്ങൾ, ഇവയെല്ലാം ഓരോ ദിവസവും പുതിയ സംഭവവികാസങ്ങളിലൂടെ വാർത്തയായി തുടർന്നിട്ടുണ്ട്. ഒരു വലിയ വാർത്തയുടെ ശക്തി അതിന് സംഭവത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് മനുഷ്യരുടെ വികാരങ്ങളെയും പ്രതീക്ഷകളെയും ഭയങ്ങളെയും ചോദ്യങ്ങളെയും സ്പർശിക്കുമ്പോഴാണ് ദീർഘകാലം ചർച്ചയാകുന്നത്. ഇതിന് പിന്നിൽ മനുഷ്യശാസ്ത്രത്തിനും വലിയ പങ്കുണ്ട്. ഒരു സംഭവം പൂർണ്ണമായി തീരാതെ തുടരുമ്പോൾ അതിൻ്റെ അവസാനം എന്താകുമെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയുണ്ടാകും. ആരെയെങ്കിലും രക്ഷിക്കാനാകുമോ? കാണാതായവരെ കണ്ടെത്താനാകുമോ? അന്വേഷണം എവിടെയെത്തും? ആരാണ് ഉത്തരവാദി? ഈ ചോദ്യങ്ങളാണ് ഓരോ പുതിയ വാർത്തകളും ആളുകളെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിനാൽ മാധ്യമങ്ങൾ ഓരോ പുതിയ വിവരവും പ്രത്യേക വാർത്തയായി അവതരിപ്പിക്കുന്നു. ഇത് തെറ്റാണെന്ന് പറയാനാവില്ല, പക്ഷേ ഒരു വാർത്തയെക്കുറിച്ചുള്ള പൊതു ചർച്ച രൂപപ്പെടുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ഇതേ രീതിയിൽ രാജ്യശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വിഷയമാണ് ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളും. പ്രതിഷേധം തുടങ്ങിയ ആദ്യ ദിവസം വാർത്തയുടെ കേന്ദ്രബിന്ദു പ്രതിഷേധം തന്നെയായിരുന്നു. എത്ര പേർ എത്തിയിട്ടുണ്ട്? പ്രധാന ആവശ്യങ്ങൾ എന്താണ്? പോലീസ് സുരക്ഷ എങ്ങനെയാണ്? സമാധാനപരമാണോ? അടുത്ത ദിവസങ്ങളിൽ വാർത്തയുടെ സ്വഭാവം മാറി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പുറത്തു വന്നു, മാതാപിതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു, വിദ്യാഭ്യാസ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ വന്നു, സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ തുടങ്ങി. അതിനുശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളും വാർത്തയായി. ആരാണ് പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്നത്? ആരാണ് എതിർക്കുന്നത്? സർക്കാർ എന്താണ് പറയുന്നത്? പ്രതിപക്ഷം എന്താണ് ആരോപിക്കുന്നത്? ഈ ഓരോ ചോദ്യവും ഓരോ പുതിയ വാർത്തയായി മാറി. പിന്നീട് കോടതികളിലെ നടപടികൾ, അന്വേഷണ ആവശ്യങ്ങൾ, ഔദ്യോഗിക പ്രസ്താവനകൾ, വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനങ്ങൾ എന്നിവയും വാർത്തയുടെ അടുത്ത ഘട്ടമായി മാറി. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വാർത്ത ഒരിക്കലും ഒറ്റ വാർത്തയല്ല. അത് തമ്മിൽ ബന്ധിപ്പിച്ച നിരവധി ചെറിയ വാർത്തകളുടെ ഒരു വലിയ ശൃംഖലയാണ്.
ഇപ്പോൾ സോഷ്യൽ മീഡിയ ഈ ഒരു പ്രക്രിയയെ കൂടുതൽ വേഗത്തിലാക്കിയിട്ടുണ്ട്. മുമ്പ് ടെലിവിഷൻ വാർത്തകൾ മണിക്കൂറുകളിലൊരിക്കൽ മാത്രമായിരുന്നു അപ്ഡേറ്റ് ചെയ്തിരുന്നത്. ഇന്ന് ഓരോ മിനിറ്റിലും പുതിയ വീഡിയോ വരുന്നു, ലൈവ് സ്ട്രീമുകൾ നടക്കുന്നു, പ്രത്യക്ഷ സാക്ഷികൾ മൊബൈൽ ഫോണിൽ അടുത്ത ദൃശ്യങ്ങൾ പുറത്തു വരുന്നു, ഡ്രോൺ ദൃശ്യങ്ങൾ എത്തുന്നു, കൂടുതൽ ശക്തമാകുന്നു. യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഈ മാറ്റത്തിന് വലിയൊരു രൂപം നൽകി. ഒരു ചാനൽ ആദ്യ ദിവസം തന്നെ വിശദീകരിക്കുക, രണ്ടാം ദിവസം പുതിയ തെളിവുകൾ പറയുന്നു, മൂന്നാം ദിവസം രാഷ്ട്രീയ പശ്ചാത്തലം അവതരിപ്പിക്കുന്നു, നാലാം ദിവസം മനുഷ്യരുടെ അനുഭവങ്ങൾ പറയുന്നു, അഞ്ചാം ദിവസം ഇനി എന്ത് സംഭവിക്കാമെന്ന വിശകലനം നൽകുന്നു. ഇങ്ങനെ ഒരു വലിയ വാർത്തയിൽ നിന്ന് പല വീഡിയോകളും രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് ചില വിഷയങ്ങൾ ദിവസങ്ങളോളം ട്രെൻഡിങ് തുടരുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. പ്രേക്ഷകരുടെ ആകാംക്ഷ കൂട്ടാനായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അഭ്യൂഹങ്ങൾ വാർത്തയാക്കരുത്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരങ്ങൾ, വിശ്വസനീയമായ ഉറവിടങ്ങളും അടിസ്ഥാനമാക്കിയുള്ള അവതരണമാണ് ഒരു മാധ്യമത്തിൻ്റെയോ കണ്ടൻറ് സൃഷ്ടാവിൻ്റെയോ വിശ്വാസ്യത തീരുമാനിക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് വാർത്തകൾ അതിവേഗം സഞ്ചരിക്കുന്നു, പക്ഷേ സത്യം അതേ വേഗത്തിൽ എത്തണമെന്നില്ല. അതുകൊണ്ടാണ് ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തനം ഇന്നത്തെ കാലത്ത് മുമ്പത്തേക്കാൾ കൂടുതൽ പ്രധാനമാകുന്നത്. അവസാനമായി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഒരു വാർത്ത വലിയ വാർത്തയാകുന്നത് അതിൻ്റെ വലിപ്പം കൊണ്ട് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ വികാരങ്ങൾ, പ്രതീക്ഷകൾ, അന്വേഷണങ്ങൾ, ചോദ്യങ്ങൾ, നടപടികൾ, ഭരണ നടപടികൾ, രാഷ്ട്രീയ പ്രതികരണങ്ങൾ, സാമൂഹിക ചർച്ചകൾ, ഇവയെല്ലാം ചേർന്നാണ് ഒരു വാർത്തയുടെ യഥാർത്ഥ ജീവിതചക്രം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സംഭവം നടന്നാൽ നാളെ അതിൻ്റെ മറ്റൊരു മുഖം വാർത്തയാകും. അതിൻ്റെ പിറ്റേന്ന് മറ്റൊരു ചോദ്യം ഉയരും. അതിനുശേഷം മറ്റൊരു വിവാദം, പിന്നെ അന്വേഷണം, പിന്നെ റിപ്പോർട്ട്, പിന്നെ നടപടികൾ. ഇങ്ങനെ ഒരു വാർത്ത തുടർച്ചയായി പുതിയ രൂപങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കും. ഇതാണ് ആധുനിക വാർത്താലോകത്തിൻ്റെ സ്വഭാവം. ഒരു സംഭവം അവസാനിക്കുന്നതുവരെ വാർത്തയും അവസാനിക്കുന്നില്ല. ഓരോ പുതിയ വിവരവും അടുത്ത അധ്യായത്തിന് തുടക്കമിടും. അതുകൊണ്ടാണ് ചില വാർത്തകൾ ചരിത്രത്തിൽ ഇടം നേടുന്നത്, ചിലത് ഒരു ദിവസത്തിനകം മറഞ്ഞു പോകുന്നത്. വാർത്തയെ ജീവനോടെ നിലനിർത്തുന്നത് സംഭവമല്ല, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ ദിവസവും രൂപപ്പെടുന്ന പുതിയ കഥകളാണ്. അതാണ് ഒരു ന്യൂസ് സൈക്കിളിൻ്റെ യഥാർത്ഥ ശക്തി.